അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ സീനത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെയധികം സേഫ്റ്റിയായ രീതിയിലാണ് നമ്മുടെ ഷമീർ അവളെ കൊണ്ടുപോകുന്നത്. അത് ഹിജാബ് അണിഞ്ഞ് കൊണ്ട് അവൾ പോകുമ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വല്ലാത്തൊരു മനോഹരമായിരുന്നു അത്. എന്നാൽ ഷമീർ പെട്ടെന്ന് അവളോട് ചോദിച്ചു, സീനത്ത്, ഹിജാബ് അണിഞ്ഞതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അവൾ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നു. ഉമ്മയും ഹിജാബാണ് അണിഞ്ഞിരിക്കുന്നത്, ഞാനും അതെനിക്ക് അണിയൽ അത്യാവശ്യവുമാണ്, നിർബന്ധവുമാണ്. അല്ലാ, എനിക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള വസ്ത്രം അത് ഇത് തന്നെയായിരിക്കും. അതെ, എനിക്ക് രക്ഷകരായിട്ടും രക്ഷക്കായും സേഫ്റ്റിക്കും എല്ലാത്തിനും ഉള്ള ഈ ഒരു വസ്ത്രം ഇതന്ന് ഞാൻ വലിച്ചെറിഞ്ഞതായിരുന്നു. എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ ഒരു ബ്ലാക്ക് വസ്ത്രം. എന്തിനാണ് എനിക്ക്? അയ്യേ, ഹിജാബും ഇട്ട് ഭൂതങ്ങളെപ്പോലെ നടക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഓപ്പണായിട്ട് തന്നെയാണ്. ഒരു ഷാൾ വരെ കഴുത്തിലിടുമ്പോൾ ഒരു അലർജി പോലെ തോന്നും. എന്നാൽ അന്ന് ഷെഫി ഉസ്താദ് പറഞ്ഞ വാക്ക്, എൻ്റെ പെണ്ണെ, നീ മുഖം മറച്ചില്ലെങ്കിലും നിൻ്റെ മുടിയെങ്കിലും ഒന്ന് മറക്ക് പെണ്ണേ. അത് മുടി മറച്ചില്ലെങ്കിൽ ഭയാനകമായ ശിക്ഷ നമുക്ക് വരാനുണ്ട്. ഞാനിത് നിന്നെ ഉപദേശിച്ചില്ലെങ്കിൽ എനിക്കായിരിക്കും എന്നോട് ചോദിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യമാർ അവരെങ്ങനെ ജീവിച്ചുവെന്ന് എന്നോട് ചോദിക്കപ്പെടുമ്പോൾ എനിക്കതിന് ഉത്തരം പറയേണ്ടി വരും പെണ്ണേ. അതുകൊണ്ട് ദയവായി മുടിയെങ്കിലും നീ മറക്ക്. തുടങ്ങി ഉപദേശങ്ങളും കാര്യങ്ങളും. എനിക്ക് കേട്ടൂടാ, ഇവരെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ എന്നെ ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? എന്നെക്കൊണ്ട് കഴിയൂല. എന്താന്നില്ല, ഭയങ്കര ചിട്ടാവട്ടങ്ങൾ, ഉള്ളിലിങ്ങനെ നടക്കുക, പുറത്തിറങ്ങാൻ പറ്റൂല. സീനത്തെ, ഉസ്താദുമാരുടെ ഇപ്പോഴുള്ള ജീവിതം എന്ന് വെച്ചാൽ അത് അവരുടെ പെണ്ണ് അവർക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ്. പുറത്തുള്ള ഒരാൾക്കും അവരുടെ പെണ്ണിനെ ആസ്വദിക്കാൻ അവർ അവസരം കൊടുക്കൂല എന്നതാണ്. അതവർക്ക് ഇഷ്ടമല്ല. എൻ്റെ പെണ്ണ് അതെൻ്റേത് മാത്രം, മറ്റൊരുത്തിനും അവളെ ആസ്വദിക്കുന്നത് അവനക്ക് ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ നടക്കാൻ പറയുന്നത്. എന്തായാലും വേണ്ടില്ല. എന്താ, എനിക്ക് പഠിച്ച സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നാലാൾ കാണണം, അല്ലാതെ ഒളിപ്പിച്ച് വെക്കാനല്ല. ഇത് ഇത്രയും നല്ല മനോഹരമായ മുടി, ഇത്രയ്ക്ക് നല്ല ബോഡി, കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് എൻ്റെ സ്കിന്നിൻ്റെ കളറിനെ നോക്കിക്കേ, ഒരു വെറൈറ്റി അല്ലേ? അതൊക്കെ ഒളിപ്പിച്ച് മൂടിച്ചിട്ടെന്താ? ഉള്ളത് നമ്മൾ ഓപ്പൺ ആക്കണം, എല്ലാവരും കാണണം, ആസ്വദിക്കണം. ഞാൻ അത്തരക്കാരിയാണ്. ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി അവൾ അത് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു നിമിഷം, മോളെ എന്താ നീ പറയുന്നത്? എന്നാൽ ആ നിമിഷം തന്നെ ഉസ്താദ് വെറുതെ ഒന്ന് പാടി, മേനി മറക്കാത്ത പെൺകൊടിയ നിൻ കൽബിനുള്ളിൽ എന്താണ്? മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ്? മരിക്കുമ്പോൾ നിൻ ചാരെ നിൻ കബറിനുള്ളിലാരാണ്? പൂമേനി പുറത്ത് കാട്ടി നടന്നിടുന്ന പെണ്ണേ, പൂമേനി പുറത്ത് കാട്ടി നടന്നിടുന്ന പെണ്ണെ, അല്ല ഇതെന്ത് ഫാഷനാ? നാളെ മരിച്ചു ചെന്നാ കിട്ടൂല നമുക്ക് സുവർഗവാസന. മതി നിങ്ങളൊരു പാട്ട്. എന്താന്നില്ലേ, മരിച്ചെന്നാൽ പിന്നെ സുവർഗവാസന കിട്ടാതിരിക്കുകയാണല്ലോ. പിന്നെ എന്താന്നില്ല, എനിക്കതിനോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് മദ്രസ പഠിച്ചു തന്നെ എനിക്കിപ്പോൾ ഒരു വെറുപ്പ് തോന്നുകയാണ്. മദ്രസയിൽ ഉസ്താദുമാർ ഓരോ നരകത്തിൽ കിടക്കും, സ്വർഗത്തിൽ അങ്ങനെ പോവും ഇങ്ങനെ പോവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് പറഞ്ഞ് പറ്റിക്കും. എന്തിനാണ് ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കാലത്തെ ജീവിതം അടിപൊളിയായി ജീവിക്കണം, അതേ ഉള്ളൂ എനിക്ക്. അതെ, എനിക്ക് നല്ല രീതിയിൽ ശരിക്കും ഫാഷനബിളായിട്ട് തന്നെ ജീവിക്കണം. എല്ലാവരും എൻ്റെ ശരീരം കണ്ട് ആകർഷിക്കണം, എൻ്റെ മുഖം കണ്ട് ആഗ്രഹിക്കണം. അതൊക്കെ തന്നെ എനിക്ക് ആഗ്രഹം. അതിനനുസരിച്ച് ഞാൻ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ ഉസ്താദിനെ കൊണ്ട് എന്നെ കെട്ടിക്കാനൊന്നും. നിങ്ങളായിട്ട് തന്നെയല്ലേ. നിങ്ങളെന്തിനല്ലെങ്കിൽ എന്നെ കെട്ടാൻ വന്നത്? നിങ്ങൾക്ക് വേറെ ബീവിമാരൊക്കെ കിട്ടുമായിരുന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ? ഞാൻ ആദ്യമേ പറഞ്ഞേക്കെ, എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെയായിട്ട് എനിക്കൊന്നുമില്ല. എനിക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ സെറ്റാക്കാനുണ്ട്. അതിന് ആരൊക്കെ തന്നെ അതിർവരം വിട്ടാലും അത് നടക്കില്ല. എൻ്റെ ഫാഷന് അതാണ് എൻ്റെ ജീവിതം. അതിപ്പോൾ ഉസ്താദല്ല, ഏത് വലിയ തങ്ങൾ വന്നാലും അത് മാറ്റാൻ പോകുന്നില്ല. സീനത്തെ, എന്താടേ, ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നീ വേണ്ട,
ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമേ അല്ല. ഹു, ഇങ്ങനൊരു ഉപദേശം കേൾക്കണം മടുത്തതാണ് വീട്ടിൽ നിന്ന്. ഉമ്മയും ഉപ്പയും ഇക്കാക്കയും ഇപ്പോൾ ഒരു ദീനിയായ ഒരാളെ കൊണ്ട് കെട്ടിച്ചു. ഞാൻ കുറേ പറഞ്ഞതാണ് എനിക്ക് വേണ്ടാന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടിയും അങ്ങോട്ട് ഒത്തുചേർന്ന് എന്നെ അങ്ങോട്ട് കശാപ്പ് ചെയ്യുന്ന പോലെയാണ്. ഞാനൊന്നിനും എനിക്കിഷ്ടമല്ല. ആ യാത്രയിൽ അവളത് ഓർത്തു. അതെ, തൻ്റെ ഷമീർക്ക പറഞ്ഞ ആ ഒരു വാക്ക്, ഷമീർക്ക അത് എന്തുത്തരം പറയണമെന്നായിപ്പോയി. ഷമീർ വീണ്ടും ചോദിച്ചു, അല്ല സീനത്തെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? കണ്ണ് കാണുന്നില്ലേ? ഉണ്ടല്ലോ. അതിനെന്താ മോനെ, കണ്ണ് കാണാതെക്കാനതാ ഇവിടെ എത്രയും ഭാഗം ഓപ്പണാണ്. കണ്ടില്ലേ, ഈ കണ്ണിൻ്റെ താഴ്ഭാഗം മൂക്കിൻ്റെ ഇവിടെ വരെ ഓപ്പണാണ്. എങ്ങനെ കണ്ണ് കാണാതിരിക്കുക? അല്ലുമ്മ, അത് യൂസ് ചെയ്യാത്തവർക്കേ. മോനെ, മോൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലുമ്മ. ഒരു നിമിഷം അവൾക്ക് ഓർത്തു. അവൾ വിചാരിച്ചു പോയി, റബ്ബേ, ഏറ്റവും സേഫ്റ്റിയുള്ള വസ്ത്രം ഇതായിരിക്കുമെന്ന്. അതെ, അവൾക്ക് തോന്നി രാജേഷ് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അവിടെയാകെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്നെ കണ്ടാൽ പിടിച്ചു പോകും എന്നുള്ള ഭയവും അവളിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സേഫ്റ്റിയുള്ള വസ്ത്രം, റബ്ബേ എത്ര നന്നായി, എന്നെ തിരിച്ചറിയുക പോലും ഇല്ലല്ലോ. അവൾക്ക് സമാധാനം തോന്നി. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നു. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞു വയറ്റിൽ കിടന്നിളകുന്നുണ്ടായിരുന്നു. അല്ല, സാരല്ല, എന്ത് ചെയ്യുക, എന്നാലും ഇങ്ങനെ രക്ഷപ്പെട്ടല്ലോ. അവൻ്റെ ചവിട്ടും കുത്തും കൊണ്ട് ഞാൻ ഇടങ്ങാറായിരുന്നു. കൈകാലുകളിലെ സ്കിന്നെല്ലാം പോയി ആകെപ്പാടെ. അങ്ങനെ ഏതാ സമീർ ബുക്ക് ചെയ്തതനുസരിച്ച് അവളുടെ ടോക്കൺ നമ്പർ 8 ആയിരുന്നു. പേര് വിളിച്ചു. അതാ സീനത്ത്. ലിസ്റ്റ് എടുത്തപ്പോൾ സീനത്ത് എന്നുള്ള പേര് മാത്രമായിരുന്നു കൊടുത്തത്. ഇനിയിപ്പോൾ ബാക്കി ചേർക്കണമെങ്കിൽ ചേർക്കാമെന്നും വിചാരിച്ചു. അങ്ങനെ അതാ അവർ ഡോക്ടറുടെ അരികിലേക്ക് ചെല്ലുന്നു. ഡോക്ടർ മുംതാസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉമ്മ സലാം ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് കിടന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇരിക്കൂട്ടോ. എന്ത് പറ്റി സീനത്തെ? എന്താ പറ്റിയത്? ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ ഫസ്റ്റ് ആയിട്ടാണല്ലോ ലിസ്റ്റ് എടുത്തത് അല്ലേ? എന്തായിരുന്നു മോളുടെ പ്രോബ്ലം? എന്തെങ്കിലും കുഴപ്പം? എത്രയായിട്ടുണ്ട്? ഇവിടെ പഴയ ലിസ്റ്റൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഡോക്ടർ നോക്കട്ടെ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇതൊരു ഫ്രീ ഷീറ്റ് അല്ലേ. ഒരു നിമിഷം സീനത്ത് അവളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോള് ഒന്നും പറയാത്തത്? അത് ഡോക്ടറെ, അത് സീനത്തിൻ്റെ ഭർത്താവ് എവിടെ? ഇവിടെ വന്ന് ലിസ്റ്റ് എടുത്ത ആളൊന്ന് വിളിക്കുമോ? ഒരു നിമിഷം ഉമ്മ ശരിക്കും ഞെട്ടി. റബ്ബേ, എന്ത് ഇനി പറയും? എന്നാ സിസ്റ്ററെ, അല്ല മോളെ, മോളുടെ ഭർത്താവിൻ്റെ പേരെന്താ? അതും കൂടെ കൂട്ടി ചേർക്കണ്ടേ? അങ്ങനെ ആകുമ്പോഴല്ലേ ഈ പ്രഗ്നൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പവർ ഉണ്ടാവുള്ളൂ. അത് ഡോക്ടർ അല്പം മയമുള്ളതും ചിരിപ്പിക്കുന്നതുമായ ഡോക്ടറായിരുന്നു. അത് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നില്ല. എന്നാൽ ആ നിമിഷം തന്നെ അവൾ പറഞ്ഞു, ഷെഫീഖാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഓ അങ്ങനെ, അപ്പം നമ്മൾ ഷെഫീഖ് സീനത്ത് എന്ന് കൊടുക്കണ്ടേ മോളെ? അങ്ങനെയാണല്ലോ കേട്ടോ. എന്തൊക്കെ തന്നെയാലും ചെറുക്കുന്ന ഷെഫീഖിനൊന്ന് വിളിക്കൂ കേട്ടോ. ഒരു നിമിഷം ഉമ്മ എന്ത് പറയണമെന്നറിയാതെ, എന്ത് ഷെഫീഖ് പുറത്ത് നിൽക്കുന്നത്? സിസ്റ്ററെ, ഷെഫീഖിനെ വിളിക്കൂ. അത് ഷെഫീഖിന് ഷമീർ പറയേണ്ടി വരും. ഒരു നിമിഷം സിസ്റ്ററോടത് പറഞ്ഞു. ഷമീർ അല്ലേ? ഓക്കെ. എന്ത് 2 പേരുണ്ടോ? ആ ഒരു പേര് അവർക്ക് കളവ് പറയാനും വയ്യ. എന്താ റബ്ബേ ചെയ്യാം എന്ന് ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു പോയി. ഷമീർ, സീനത്തിൻ്റെ കൂടെയുള്ള ഷമീർ. അതെ, അവൻ കുറച്ചപ്പുറത്ത് ടെൻഷനായി അവിടെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്താ സിസ്റ്റർ? അല്ല, ഡോക്ടർ വിളിക്കുന്നുണ്ട്. അങ്ങനെ അത് ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിലേക്ക് അതാ അവരും കയറുന്നു. ആഹാ, ഇരിക്കൂ. എന്താ ഇത് പുറത്ത് പോയി നിൽക്കുന്നത്? ഭാര്യ പ്രഗ്നൻ്റായി വരുമ്പോഴേ കൂടെ ഭർത്താവ് വേണമല്ലോ. പിന്നെ അടുത്ത പ്രാവശ്യം ഉമ്മയെ ബുദ്ധിമുട്ടായി കൊണ്ടുവരണമെന്നില്ല കേട്ടോ. കാരണം ഉമ്മക്ക് ചിലപ്പം കഴിയില്ല. ഇവളുടെ കാര്യങ്ങൾ നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയുക. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടില്ല, ഉമ്മ പോന്നോളൂ. പക്ഷേ ഈ ഒരു റൂമിലേക്ക് കയറുമ്പോൾ കൂടെ ഷെഫീക്ക് വേണം കേട്ടോ. അല്ല ഷെഫീക്ക്, എത്രയായി? മോളുടെ ബാക്കി പ്രഗ്നൻസി ടെസ്റ്റും കാർഡൊന്നും കാണുന്നില്ലല്ലോ. ഇതിപ്പോൾ തലക്ക് മുതൽ തന്നെ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരുമല്ലോ. അത്
ഒരു നിമിഷം സീനത്തിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി ദയനീയമായി ഒന്ന്. എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പക്ഷേ ഈ പെണ്ണിനെ ആ വേശ്യാലയത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നാണ് എന്നറിയുമ്പോൾ അത് എത്രമാത്രം മോശമായിരിക്കും. റബ്ബേ, എന്തൊക്കെയായാലും അവള് പഠിച്ചോനെ, അത് ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്തോളൂ, അതെല്ലാം നഷ്ടപ്പെട്ടതാണ്. രേഖകളും കാര്യങ്ങളും ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. അതെ, ഒരാളുടെ ഒഴിബ് നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ 1000 ഒഴിബ് മറച്ചു വെക്കുമെന്നാണല്ലോ. അതെ, ഡോക്ടറുടെ മുമ്പിൽ ഒരിക്കൽ പോലും അവളെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ പിടി കിട്ടിയതാണ്, ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോന്നതാണ് എന്നൊക്കെ അറിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർക്ക് അവളോടൊരു പുച്ഛം തോന്നും. പക്ഷേ ഒരിക്കലും അവളെ പുച്ഛിക്കാൻ പാടില്ല. അവളൊരു ഗർഭിണിയായ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവളോട് നല്ല രീതിയിൽ പെരുമാറണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ ഡോക്ടറെ. അത് നിങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തോളൂ, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് യാത്രയിലോ അങ്ങനെ എന്താന്ന്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല മോനെ. അതെന്താ, എന്തെങ്കിലും കൂടെ വേണട്ടോ ഷെഫീഖ് മോനെ. അതെ, ഡോക്ടർ അവനെ ഷെഫീഖ് തന്നെയായിരുന്നു വിളിച്ചത്. എന്നാൽ ആ ഒരു പേര്, അത് ഒരു നിമിഷം അവൻ അറിയാതെ അതിന് വിളി കേട്ടു തുടങ്ങി. കാരണം ഡോക്ടർ ഷെഫീഖ് എന്ന് തന്നെയാണ് ആ പേര് അവിടെ തന്നെയാണ് കൊടുത്തത്. ഒരിക്കൽ പോലും ഡോക്ടർക്ക് അറിയില്ലല്ലോ ഇത്. പക്ഷേ യഥാർത്ഥം പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കതൊരു മോശമായി തീരുമെന്ന് കരുതി എല്ലാം മറച്ചു വെച്ചു. റബ്ബേ, എന്ത് വന്നാലും വേണ്ടിയില്ല, അവളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ളതായിരുന്നു ആ യുവാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. മോനെ ഷെഫീഖ്, എന്തൊക്കെ തന്നെയും ഞാൻ ഇതുവരെ കൺഗ്രാജുലേഷൻസ് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആദ്യം ഏത് ഡോക്ടറിനെ കാണിച്ചിരുന്നത്? അവൾ ഏതൊരു ഡോക്ടറുടെ, അത് കുറച്ച് ദൂരെയാണല്ലോ അല്ലേ? എന്തായാലും എൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് അല്ലേ? എന്തായാലും കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് പഠിച്ചോ പ്രദാനം ചെയ്യട്ടെ. പിന്നെ മോളെ, ഷെഫീഖ് മോളോടല്ല മോനോടാണ് പറയാനുള്ളത്, നല്ല രീതിയിൽ അവളെ കെയർ ചെയ്യുക. അവൾക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ, ഒരുപാട് റൈസൊന്നും കഴിക്കാൻ സമ്മതിക്കേണ്ട. ഫ്രൂട്ട്സ്, നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതൊക്കെ അല്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അത് കഴിച്ചോളൂ. പിന്നെ ചോറ് കുറച്ചോളൂ. അച്ചാറ്, പപ്പടം, അതുപോലെ ഉണക്കമീൻ, അങ്ങനെയുള്ള പ്രഷർ കൂടുന്ന ആഹാരങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കണ്ട കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ള നാരടങ്ങിയ ഭക്ഷണങ്ങൾ അതൊക്കെ കഴിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ധാരാളം ഫൈബറും പ്രോട്ടീനൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുക, അതൊക്കെ. പിന്നെ ഒരു ഗ്ലാസ് പാല് അത് കുടിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഉമ്മ ചോദിച്ചു, അല്ല ആട്ടുംപാൽ പറ്റുമോ? ആട്ടുംപാലെന്ന് വെച്ചാൽ പോഷക സമൃദ്ധമായതല്ലേ. അത് കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അതിപ്പോൾ കിട്ടാൻ വഴിയുണ്ടോ? കിട്ടില്ലെങ്കിൽ നിങ്ങൾ പശുവിൻ്റെ പാലെങ്കിലും വാങ്ങിക്കൊടുക്കുക. പശുവിൻ്റെ പാൽ എന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങരുത് കേട്ടോ. അതുപോലെ എവരിഡേ എന്ന് പറഞ്ഞ പാൽ, അതിലൊക്കെ എന്തോ ചേർത്ത് അവർ കേട് വരാതിരിക്കാൻ വെക്കുന്നതാണ്. നമ്മൾ നാച്ചുറലായിട്ടുള്ള കറന്നെടുത്ത പാൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് അതാണ്, ആട്ടിൻപാലാണ്. അത് നിങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്തോളൂ കേട്ടോ. ഒരു ഗ്ലാസ് അല്ലേ. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ കുഞ്ഞിന് പുഷ്ടി വരാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പുഷ്ടി എന്ന് വെച്ചാൽ നല്ല പവർഫുള്ളായ ഒരു കുഞ്ഞ് ആകണമെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ 7 ആയില്ലേ? ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്നും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഡോക്ടർ ഇവിടെ, അതിവിടെയുണ്ട്, ഞാൻ തന്നെ ചെയ്തോളാം കേട്ടോ. അപ്പോൾ തന്നെ അതാ ഡോക്ടർ അപ്പുറത്തുള്ള റൂമിലേക്ക്, സീനത്തെ മോളൊക്കെ എടുക്ക്. ഒന്ന് പരിശോധിച്ചു. മോളെ, കുഞ്ഞ് എന്താ ഇത്? മോള് കഴിക്കാറില്ല ഒന്നും? തീരെ തൂക്കമില്ലല്ലോ കുഞ്ഞിനെ. ഞാനെൻ്റെ ഇത് വെച്ച് നോക്കട്ടെ കേട്ടോ. വെയിറ്റൊക്കെ നോക്കിക്കേ. എന്നൊക്കെ എടുക്കട്ടെ മോളെ. അങ്ങനെ അതാ സ്കാനിങ് മെഷീന് അവളുടെ വയറിൽ ഒരു ക്രീം പുരട്ടിയിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ആ ഒരു മെഷീൻ അവളുടെ വയറിലൂടെ പതുക്കെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തെത്തുമ്പോൾ പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു നിമിഷം അവൾ എന്തൊക്കെയോ വിചാരിച്ചു പോയി. റബ്ബേ, എന്താ മോളെ കണ്ണുകൾ നിറഞ്ഞത്? വേദന വല്ലതും ഉണ്ടോ? പെയിൻ ഉണ്ടോ? ഇല്ല. എന്തായാലും നിനക്ക് നല്ലൊരു ഭർത്താവിനും ഉമ്മനെ കിട്ടിയിട്ടുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം തന്നെയല്ലേ മോളെ. അതൊക്കെ ഒരു ഭാഗ്യമാണ് മോളെ. മോളെ, കുഞ്ഞ് വെയിറ്റ് തീരെ ഇല്ല കേട്ടോ. ഈ ഒരു മാസത്തിലുള്ള വെയിറ്റ് ഇല്ലല്ലോ മോളെ. എന്താ ഇത്?
പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടും അല്ല എൻ്റെ കയ്യിലും കാലിലൊക്കെ എന്തൊരു മുറിവുപാടുകളൊക്കെ, ഇതെന്ത് പറ്റി? ഞാൻ നേരത്തെ കൈകളിൽ ശ്രദ്ധിച്ചു, ഇപ്പോഴത്തെ കാലിലുണ്ടല്ലോ, ഇതെന്ത് സ്കിന്നൊക്കെ പൊളിഞ്ഞു പോയ പോലെ, ഇതെന്ത് പറ്റി? എന്തേ മെഷീനുള്ളിൽ അങ്ങനെ കുടുങ്ങിയോ? ഇല്ല, അത് എന്താ മോളെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ ഗർഭകാലത്ത് നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ഉള്ളിത്തോല് പോലെയായി മാറും. അതെ, ഉള്ളിയുടെ ലാസ്റ്റ് ആ ഫസ്റ്റ് തൊലിയുണ്ട്, അത്രമാത്രം സോഫ്റ്റായി മാറും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചൊറിയൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് നഖം തട്ടിക്കഴിഞ്ഞാലും ആ ഒരു സ്ട്രെച്ച് മാർക്ക് അവിടെ ഉണ്ടാകും. ഇതൊക്കെ മോളെ ഇനി പോവുമോ? ഈ കൈകളിലും കാലുകളിലൊക്കെ ഇങ്ങനെ വരവരായി നിൽക്കുന്ന ഇതൊക്കെ ശരിക്ക് നിങ്ങൾ ചൊറിയൊന്നും ചെയ്തിട്ട് കാലിൽ, ഇനി അഥവാ നല്ല ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ ഇളം ചുടുവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യാന്നല്ലാതെ ചൊറിയരുത് കേട്ടോ. ചൊറിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് പാടുണ്ടാകും മോളുടെ കയ്യിലും കാലിലും പക്ഷെ ശരീരത്തിലില്ല കേട്ടോ. സാധാരണ വയറിൻ്റെ ഭാഗത്തും കാലിൻ്റെ തുടയുടെ ഭാഗത്തും സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ മോൾ അവിടെയൊന്നുമില്ല, ഇത് കൈകളിലും കാലുകളിലൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. മോളെ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നല്ല തൂക്കക്കുറവുണ്ട് കുഞ്ഞ്, അപ്പോൾ ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാറില്ലേ? എന്താ ഇത് ഇങ്ങനെ ആയ എങ്ങനെ മോളെ? നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നമുക്ക് വേണ്ടേ? പിന്നെ ഭക്ഷണം നീ കഴിച്ചാൽ ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആരോഗ്യം നിനക്ക് ഉണ്ടാവുള്ളൂ മോളെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഡോക്ടർ മുന്താസ് അതെ സ്വന്തം മോളെ പോലെ നല്ല രീതിയിൽ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. സ്കാനിങ് കഴിഞ്ഞ് മോളെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ലേ? ഇതാ പിടിക്ക്. അല്ലാഹ് ബിസ്മില്ലാ. എന്തിനും നമ്മൾ പറയുമ്പോൾ ബിസ്മി ചൊല്ലി കൊടുക്കണം. എന്ത് നമ്മൾ പറയുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നല്ലേ നമുക്ക് നല്ല പവർ കിട്ടും. മോളുടെ വീട് ഇവിടെ സ്വന്തം വീട്? അവളുടെ വീട് പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മയും ഉപ്പയും ഇക്കാക്കയും. ഓ, ചെറിയ കുടുംബമാണല്ലേ, അതുകൊണ്ട് കൊഞ്ചിക്കുന്ന കുട്ടിയായിരിക്കും അല്ലേ? കൊഞ്ചിച്ച് ഉമ്മയും ഉപ്പയും ഭക്ഷണമൊന്നും മോളെ കഴിപ്പിച്ചില്ലേ? അതോ എന്താ പറ്റിയത്? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം കേട്ടോ മോളെ. നിനക്ക് നല്ലൊരു ഭർത്താവിനും ഉമ്മാനെയും കിട്ടിയിരിക്കണം, അതന്നെ വലിയ ഭാഗ്യമല്ലേ. സ്കാനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മോളുടെ റിസൾട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. 7 മന്താണ്. പക്ഷേ വെയിറ്റ് വളരെ കുറവാണ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വരൂ സിനത്ത്. അങ്ങനെ അതാ ഡോക്ടറും അവളും കൂടെ അങ്ങോട്ട് എത്തി. എന്താ ഉമ്മ, ഭക്ഷണം തീരെ കൊടുക്കാറില്ലല്ലേ? എന്താ ഷെഫീഖ്, വൈഫിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അതിൽ ഒരുപാട് കളറും കാര്യങ്ങളും മധുരം ഉള്ളതല്ല, പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കണം, പ്രോട്ടീൻ അടങ്ങിയത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ ആട്ടിൻ്റെ പാല് കിട്ടുകയാണെങ്കിൽ, ഡോക്ടറെ അവിടെ ആടുണ്ട്, അവിടെ 3-4 കറവുള്ള ആടുണ്ട്. പിന്നെ മാഷാ അല്ലാ, എന്നിട്ടാണോ? എന്നാൽ പിന്നെ കൊടുക്ക്. കുഞ്ഞിന് വളരെ തൂക്കം കുറവാണ്. അല്ല, അവളിവിടെ ഇല്ലായിരുന്നോ നിങ്ങളുടെ വീട്ടിൽ? അതോ അവളുടെ വീട്ടിലായിരുന്നോ? അത് അവളുടെ അത് കുഴപ്പമില്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി 2 മാസം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക, പിന്നെ നടക്കുക. ഒരു അടുത്ത മാസം മുതൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളകാൻ വേണ്ടി ശ്രമിക്കട്ടെ. ഒരു 8ലേക്ക് കിടക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ചെറിയ കുറ്റിച്ചൂലെടുത്തിട്ട് നല്ലോണം അങ്ങനെ മുറ്റം അടിച്ച് വാരുക. അതുപോലെ കഴിയുന്നതും നമ്മൾ അലക്കുക, നല്ല കല്ലിലിട്ട് അലക്കുക. അതുപോലെ നല്ല എക്സസൈസാണ് ഇതൊക്കെ. നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വല്ല പ്രശ്നവും ആയിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ വേണ്ടി വരും. അതിനൊന്നും ഇട വരുത്തരുത് കേട്ടോ. മുന്താസ് ഡോക്ടർ അടുത്ത് വന്നിട്ട് ഒരാളും വളരെ അധികം സീരിയസ്ലി ആയത് മാത്രമേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. പരമാവധി ഞാൻ ശ്രമിക്കും. ഞാനൊരു 8 മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരോടുമായി പറയും, നിങ്ങൾ നന്നായിട്ട് ശരീരം ഇങ്ങനെ അനങ്ങണം. അല്ലാതെ പഴയ കാലത്ത് ഉമ്മമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഗർഭിണികളായ സമയത്ത് 9 മാസമായാലും അവരുടെ ഒക്കത്തുണ്ടാവും ഒരു കുടം വെള്ളമായിട്ടാണ് അവർ വരിക. കാരണം എന്താ? ഇതൊക്കെ ഇങ്ങനെ താഴോട്ടുള്ള ഒരു ബലം ഇങ്ങനെ ആ ഒരു ഗർഭപാത്രത്തിൻ്റെ വികസനത്തിനും കാര്യങ്ങൾക്കും അതൊരു കാരണമാകും. പഴയ കാലത്ത് അങ്ങനെയൊന്ന് വെള്ളം നന്നായിട്ട് കോരുക. വെള്ളം കിണറ്റിൽ കോരുമ്പോൾ അതാ നല്ല രീതിയിൽ എക്സസൈസാണ്. 2 ഭാഗത്തും, വയറിൻ്റെ ഈ ഭാഗത്തും കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ എക്സസൈസ് വന്നിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പും നീരൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു വ്യായാമം. നടക്കുക, മുറ്റമടിച്ച് വാരുക. കഴിയുന്നതും ഏറ്റവും പ്രസവത്തിനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ 7 ആയിട്ടുള്ളൂ, ഒരു മാസം കഴിയട്ടെ. പെട്ടെന്ന് ഉമ്മ വെച്ച്, എന്താ ഡോക്ടറെ അത്? ഒന്നുമില്ല, നമ്മൾ നിലം തുടക്കുക, അതും ഇരുന്ന് കൊണ്ട് തുടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇരുന്ന് കൊണ്ട് നമുക്ക് കുമ്പിടായതായാലും പറ്റൂല, വയറ് തടയും. അപ്പോൾ ഇരുന്നാകുമ്പോൾ വയറ് ഇവിടെ ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ മുട്ട് കുത്തിയിട്ട് തുടക്കുക. കഴിയുന്നത് മുട്ട് കുത്തുക.
അല്ലെങ്കിൽ ഇരുന്ന് തുടക്കുക. അങ്ങനെ ആകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. പെട്ടെന്ന് പ്രസവം അത് ഒരു 8 കഴിഞ്ഞിട്ട് 9 കടന്ന സമയത്ത് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ വളരെയധികം ഈസി. പിന്നെ ചെറുതായിട്ടൊരു വെയിറ്റ് ഇങ്ങനെ വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടല്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു താഴോട്ടൊരു പ്രസ്സിങ് വരും. അങ്ങനെ ചെയ്യുക. അതൊക്കെ ഞാൻ എല്ലാവർക്കും കുറച്ചും കൂടെ ലാസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കില്ല. അതൊക്കെ ഞാൻ പറയണം. അപ്പോൾ നമുക്കൊരിക്കലും ഓപ്പറേഷൻ എന്ന സമയം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കത്തി വെക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ഇത്. ശരീരത്തിൽ കത്തി വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അള്ളാഹു എന്ത് തന്നിട്ടുണ്ട്? പ്രസവത്തിനുള്ള ഒരു വഴി തന്നെ തന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ മറിയം ബീവിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാനിവിടെ ഹിന്ദുസ് വന്നാലും പറഞ്ഞു കൊടുക്കാറുണ്ട്. അവസാനമായിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? ഹേ മറിയം, നിങ്ങൾ ആ ഈത്തപ്പഴം മരം പിടിച്ച് കുലുക്കും. അപ്പോൾ എത്ര ശക്തമായിരിക്കും ഈത്തപ്പഴത്തിൻ്റെ മരം. അത് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോൾ എന്താവും? ശരീരമാകെ ഇളകും. ശരീരമാകെ ഇളകിയിട്ട് എന്ത് പറ്റും? അത് തന്നെ, ആ ഈത്തപ്പഴങ്ങൾ താഴെ വീഴും. മറിയം ബീവിയോട് പറഞ്ഞു, താഴെ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കോ, ഈത്തപ്പഴം ഭക്ഷിക്കോ. സുഖമായി പ്രസവിച്ചു. അള്ളാഹു തന്നെ അതാ പറഞ്ഞു. അപ്പം നമ്മൾ ഇത് വേണം, നമുക്കൊരു ശരീരത്തിൻ്റെ അയവ് വേണം. വെറുതെ ഇങ്ങനെ റെസ്റ്റായി കിടക്കുക അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോട് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ സുഖപ്രസവം ആവാറുണ്ട്. വളരെയധികം ചുരുങ്ങിയത് മാത്രം ഓപ്പറേഷൻ്റെ ഇത് വരുള്ളൂ. അത് വല്ല ഹോസ്പിറ്റലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും ഒരു പക്ഷേ. എൻ്റെ അടുത്ത് വരും ഓരോ പേഷ്യൻസ്, അതായത് മുംതാസ് ഡോക്ടറെ അടുത്ത് വന്ന ഓപ്പറേഷൻ ഇല്ലാതെ കഴിച്ചിലാവുക എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ വരുമ്പോഴേക്കും അത് ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. പിന്നെ കുട്ടി അവിടെ അമർന്ന് കിടന്ന് അടഞ്ഞ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഫുള്ളായിട്ടുണ്ടാവും. കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനസ്സ് വല്ലാതെ വേദനിക്കും കീറി മുറിക്കുമ്പോൾ. അത് എത്ര ലെയറായിട്ടാണ് നമുക്കത് കീറി എടുക്കേണ്ടത്. പക്ഷെ അതിനുള്ള അതൊന്നും നമ്മൾ വെക്കണ്ട, ഒന്നും ചിന്തിക്കേണ്ട, നല്ല ഹാപ്പി ആയിട്ട്. പിന്നെ ഷെഫീഖ്, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രഭാഷണം പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. മോനെ, കഴിയുന്നത് ഭാര്യയെ സന്തോഷിപ്പിക്കണം കേട്ടോ. അവളെ വിഷമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗർഭകാലത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അവൾക്ക് വേണ്ടി നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് കൊടുക്കുക. അവരെ വിഷമിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടാക്കി അങ്ങനെ ആകുമ്പോൾ കണ്ണീരും പ്രശ്നങ്ങളായിട്ട് ആ കുട്ടിക്കത് ബാധിക്കും. കുട്ടിയുടെ സംസാരശേഷിയെ വരെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഗർഭകാലത്ത് നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ ആവരുത്, വിഷമിക്കുന്ന അവസ്ഥ വരരുത്. അങ്ങനെ കഴിഞ്ഞാൽ കുട്ടിക്കത് ബാധിക്കും. നല്ല അനുഭവങ്ങളാണ്, എത്രയോ ഉണ്ട്. അപ്പോൾ കഴിയുന്നത് ഉമ്മ ഡോക്ടറിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഓളെ നോക്കിക്കോളാം. ഉമ്മ ഒരു വാക്ക് മതിയല്ലോ. മോനെ ഷെഫീഖ്, എന്തായാലും നിങ്ങളുടെ ബെഡ്റൂമിലായാലും നിങ്ങൾ വിഷയങ്ങൾ എന്ത് മനസ്സിലെന്ത് ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിയിൽ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഷെഫീഖിനോടൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഓക്കെ? എന്നാൽ ഞങ്ങളുടെ മെഡിസിൻ എഴുതുന്നുണ്ടോ വെച്ചാൽ എഴുതുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടി വളരെയധികം തൂക്കക്കുറവായതുകൊണ്ട് ശരിക്കും മെഡിസിൻ കാൽസ്യത്തിൻ്റെ ഒന്ന് കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ മെഡിസിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്കതിനോട് താല്പര്യമില്ല. ഗർഭിണികൾ ഒരുപാട് മെഡിസിൻ കുടിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എങ്കിലും ഞാനൊരു 15 ദിവസത്തിന് എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇത് ഒന്നുകൂടെ ഒരു മാസത്തിന് വാങ്ങിക്കൊടുത്തൊരു കാൽസ്യത്തിനൊക്കെ ഉള്ളൊരു ഗുളികയാണിത്. അത് കുടിക്കാൻ കഴിയുകയാണെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ കാൽസ്യത്തിനുള്ള ഭക്ഷണം നല്ല മീൻ കൊടുക്കുക. നല്ല അതിൽ ഏറ്റവും നല്ലത് മത്തി, അതുപോലെ കോഴിമുട്ട അത് ഒരെണ്ണമൊക്കെ കഴിക്കുക. പിന്നെ നല്ല നാടൻ മുട്ട കഴിക്കാൻ ശ്രദ്ധിക്കട്ടെ. പിന്നെ നല്ല നാടൻ പാല്, അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ. പിന്നെ വെജിറ്റബിൾസ് നല്ലോണം ആഡ് ചെയ്യുക. ഡോക്ടറെ, വെജിറ്റബിൾസൊക്കെ അവിടെ ഉണ്ട്, അതെന്ത് കൃഷിയുണ്ടോ? ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും വാങ്ങാറില്ല. വെജിറ്റബിൾസ്, പാല്, മുട്ട അതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന്. എന്നിട്ടാണോ ബെസ്റ്റ്? അങ്ങനെയൊക്കെയുള്ള എന്നാൽ എനിക്ക് കുറച്ച് നാടൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. ഡോക്ടർ, ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്ന് തരും. വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അത് തന്നെ നല്ലത്, വളമിടാത്ത ഭക്ഷണം കഴിക്കാമല്ലോ. മറ്റേത് ചുരുക്കി പറഞ്ഞാൽ മുംതാസ് ഡോക്ടറുമായി നല്ലൊരു ബന്ധത്തിലായി അവർ. അങ്ങനെ ഡോക്ടർ സന്തോഷത്തോടെ. എന്നാൽ ശരി കേട്ടോ മക്കളെ, ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വ്യായാമം അത് നിർബന്ധമാണ് കേട്ടോ, നല്ല ഉറക്കം അതൊക്കെ. ഷെഫീഖ്, എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് കേട്ടോ. ഉമ്മയും അവളും പുറത്തേക്ക് ഇറങ്ങി. ഷെഫീഖ് ഡോക്ടറെ അടുത്ത്, എൻ്റെ ഡോക്ടറെ, അത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ
ഈ ഗർഭകാലത്ത് ഏർപ്പെടുന്നത് വളരെ നല്ലതാണ്. അതായത് നമുക്ക് സുഖപ്രസവത്തിന് വേണ്ടിയിട്ടും അവൾക്കൊരു മനസ്സ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ശ്രമിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് നല്ലൊരു ആരോഗ്യം എല്ലാം കുട്ടിയൊക്കെ പെട്ടെന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സംഭവമാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവളെ നല്ല രീതിയിൽ തലോടി തഴുകി അവളുടെ മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് തന്നെ. ഓക്കെ, എന്നാൽ ഷെഫീഖ് ഓക്കെ. ഒരു നിമിഷം ഷമീർ അത് കേട്ട് ഞെട്ടിപ്പോയി. അല്ലാ, പക്ഷേ ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. അപ്പോഴും അവനത് ഓർത്തു, ഒരാളുടെ ഒഴിവ് മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ 1000 ഒഴിവ് മറച്ചു വെക്കുമെന്നുള്ളത്. പഠിച്ചോനെ റഹ്മാനെ, തൽക്കാലം അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അവൻ ഡോക്ടറോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി മെഡിസിൻ വാങ്ങി. ഉമ്മ പോയാലോ? ആ, കേട്ടില്ലേ മോളെ, ഒന്നും കഴിക്കില്ലല്ലോ നീയേ? ആ, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കാനാ? അവിടുന്ന് അവർ കൊടുക്കണ ആ ഒരു ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ അല്ലേ, പിന്നെ ഒന്നും ചവിട്ടും കുത്തും ടെൻഷനും അല്ലേ. ഡോക്ടർ എൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. റബ്ബേ പഠിച്ചോനെ, ഇതെല്ലാം അവൻ ചവിട്ടി അരച്ചതാണെന്ന് പറഞ്ഞാൽ വേണ്ട റബ്ബേ. ഒരു നിമിഷം അവൾക്ക് അങ്ങനെയൊരു ഉമ്മയെയും അങ്ങനെയൊരു ഭർത്താവിനെയും അല്ല, ഒരു സഹോദര സ്ഥാനത്തുള്ളൊരു ആളെയും കിട്ടിയതിൽ അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. ഉമ്മ ചായ കുടിക്കല്ലേ? മോനെ, അത് മോളെ, മോൾക്കെന്ത് വേണ്ടത്? ഉമ്മ എനിക്കെന്ത് വേണമെന്നില്ല. അല്ല മോൾ, എന്തൊരു ജ്യൂസിങ്ങനെ കഴിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുവാൻ കയറി. അവളുടെ ഹിജാബ് അവൾ പതുക്കെ പൊക്കി. ഒരു നിമിഷം ഷമീർ അതാ അവളുടെ മുഖത്തേക്ക് നോക്കി. അറിയാതെ അവളുടെ മുഖത്ത് എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. അവളുടെ ആ ദുഃഖഭാരമെല്ലാം പോയ പോലെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവളുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി കണ്ടപ്പോൾ അവന് മനസ്സിൽ ആശ്വാസമായി. എങ്കിലും അവൻ വിളിച്ചു, സീനത്തെ ഭക്ഷണം കഴിക്കട്ടോ നന്നായിട്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുറവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ, കഴിക്കുന്നുണ്ട്. ആ, ഇഞ്ഞോളെ ഞാൻ നോയിക്കൊണ്ട് മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഒന്നുകൂടി ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം കിട്ടി. ഒരിക്കൽ കൂടി ഡോക്ടറുടെ അരികിലേക്ക് പോയി. മോനെ, 7 മാസമാണ്, കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുറച്ച് തൂക്കം കുറവാണ്. ഫുഡും ഭക്ഷണമൊക്കെ കൊടുക്കുക, നല്ല രീതിയിൽ വ്യായാമം കാര്യങ്ങൾ. പിന്നെ ഹാപ്പി യുവർ ഹാൻഡ് മനസ്സിലായല്ലോ? അതെ, നല്ലൊരു ഹാപ്പി എൻഡിങ് അവൾക്ക് കൊടുക്കണം കേട്ടോ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി വിടർന്നു. റബ്ബേ, അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാ. ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് അവൻ പടച്ച റബ്ബിനോട് ശുക്ർ ചൊരിഞ്ഞു. റബ്ബേ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇനി അതാ ഷമീറിൻ്റെ വീട്ടിലേക്ക് അവൾ പോയി കഴിഞ്ഞാൽ അവൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും? നമുക്ക് കാത്തിരിക്കാം, കാണാം. ഒരുപക്ഷെ ഷെഫി ഉസ്താദിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയെല്ലാം നടന്നത്. തൻ്റെ കുഞ്ഞിന്, അതെ, തൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മക്ക് ഒരു സംരക്ഷണം അല്ലാഹ് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും നല്ലൊരു കുടുംബത്തിൽ അവൾ എത്തിപ്പെട്ടത്. ബാക്കി ഭാഗം നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറ്റങ്ങളുണ്ട് ക്ഷമിക്കണം കേട്ടോ. തെറ്റുകളുണ്ട് തിരുത്തണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.